ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാറില്ല. കാരണം എനിക്ക് മൺഡേ ടു ഫ്രൈഡേ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലേക്ക് കൂടുതലായിട്ടും നോക്കാനോ അല്ലെങ്കിൽ ടൈമോ കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും വെക്കുമ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓരോ വീഡിയോസ് ഇങ്ങനെ ചുമ്മാ ഇടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കാണുന്നവരെല്ലാവരും വീഡിയോ കാണുന്നതിനോടൊപ്പം ഒന്ന് പറ്റുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുമ്പോൾ ആ ഒരു കൗണ്ട് കൂടുമ്പോൾ നമുക്കത് വീഡിയോസ് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊരു എൻ്റെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിലൊരു നേരം പോക്ക് അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. എനിക്കിന്ന് എന്തോ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനിന്ന് മീൻ മേടിക്കാൻ നോർത്ത് ഷീൽഡ്, അതായത് ന്യൂ കാസിലിൽ നിന്ന് നോർത്ത് ഷീൽഡ്, ഇവിടെ നിന്നൊരു ഇപ്പോൾ കാറിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 25-30 മിനിറ്റ്. അപ്പോൾ അവിടെ പോയാൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി അവിടെ പോകാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മീൻ വാങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഈ സീബാസും ഇതും കൂടി മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് വാഴല ഞാനൊരു ഷോപ്പിൽ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഞാനൊന്ന് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു, മീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനെല്ലാം നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൽ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം വിനാഗിരി, ഇത്തിരി വെളിച്ചെണ്ണ, ഇതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത്, സോൾട്ട്, ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് കുറച്ച് നേരം നമുക്കതിൽ വയ്ക്കാം. മുളക് പൊടി, ഫിഷ് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം ഇട്ട് നല്ലപോലെ മീൻ മസാല പിടിച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളത് ഡീപ്പ് ഫ്രൈ ആക്കണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഹാഫ് ഫ്രൈ ചെയ്തുള്ളൂ, മറിച്ചിട്ട് 2 വശം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മസാല റെഡിയാക്കാനായിട്ട് സവോള ഞാനൊരു 3 ഒനിയൻ എടുത്തായിരുന്നു, കാരണം എനിക്ക് മസാല കുറച്ച് കൂടുതൽ വേണമായിരുന്നു. ഞാൻ 2 മീൻ ചെയ്തായിരുന്നു. അപ്പോൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഞാൻ ഇത്രയേ ഇട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തക്കാളിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. തക്കാളി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ വേവിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, നേരത്തെ ഇട്ട പോലെ തന്നെ മല്ലിപ്പൊടി, ലേശം ഗരം മസാല ഞാൻ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ കുരുമുളക് പൊടി വേണ്ടവർക്ക് ഇടാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉള്ള പൊടികൾ ഇട്ടതിന് ശേഷം നല്ല പോലെ അത് മിക്സ് ചെയ്ത് നല്ല പോലെ നമുക്ക് ഗ്രേവി ആയി കിട്ടണം നല്ല പോലെ. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒരു വെള്ളം പോലെ ചാറായിട്ട് കിടക്കരുത്. നമുക്കത് നല്ല പോലെ ഒരു ഗ്രേവി, ഒരു ചെറിയൊരു കട്ടിയിൽ നല്ല പോലെ അങ്ങനെ കിട്ടണം. അതിന് ശേഷം നമുക്കൊരു വാഴ വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഗ്രേവി ഇട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഗ്രേവി വെച്ച് നല്ല പോലെ അതൊന്ന് മീനിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പാൻ എടുത്തിട്ട് വാഴയിലയിൽ വെച്ച് മൂടി അത് നല്ലപോലെ കെട്ടാം. അപ്പോൾ അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ പൊതിഞ്ഞ് വെച്ച ഇതെടുത്ത് ആ ചട്ടിയിലേക്ക് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് നമുക്ക് 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. തീരെ ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ച്. അപ്പോൾ ഞാൻ ചെയ്ത മീൻ പൊള്ളിച്ചത് ഇങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത് ട്രൈ ചെയ്തത്. പക്ഷേ കഴിച്ചപ്പോഴായാലും നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്തത് എന്തായാലും വിജയിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കഴിച്ചവരെല്ലാവരും അവരായാലും പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോസായിട്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്ക് മസാല പിടിക്കുമ്പോൾ ഇപ്പോൾ എരി കൂടിപ്പോവുകയോ അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും പൊടികളിട്ടാൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്. നമുക്കിതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ലേശം പഞ്ചസാര നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എരി കൂടിയിട്ടുണ്ടെങ്കിലും ചെറിയൊരു കയ്പോ അല്ലെങ്കിൽ പൊടിയുടെ എന്തെങ്കിലും ചൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ബാലൻസായി കിട്ടും. അപ്പം ഞാനത് ചെയ്യുമ്പോൾ എനിക്കത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ട്, അപ്പോൾ അങ്ങനെ ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞത്. ഓക്കെ, ബൈ.